ലോറിയിൽ നിന്നിറങ്ങി ഇങ്ങനെ കൂളായി തുറന്നുവിടുന്നത് കക്കൂസ് മാലിന്യമാണ്. പോലീസോ നാട്ടുകാരോ എത്തിയാൽ ആൾക്ക് ഓടിക്കയറാൻ പാകത്തിനൊരാൾ വാതിൽ തുറന്ന് പിടിച്ചിട്ടുമുണ്ട്. ബൈപ്പാസ് റോഡിന് വശങ്ങളിൽ ശുചിമുറി മാലിന്യം തള്ളലും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും പതിവായതോടെ നഗരസഭ സ്ഥാപിച്ച CCTV ക്യാമറയിലാണ് ആ ദൃശ്യങ്ങൾ വ്യക്തമായി പതിഞ്ഞത്. നമ്മൾ കണ്ടുവരുന്നത് ഈ വേസ്റ്റ് കൊണ്ടുപോയിട്ട് പബ്ലിക് രാത്രി കാലങ്ങളിൽ ടാങ്കറിൽ കൊണ്ടുപോയിട്ട് ഡിസ്പോസ് ചെയ്യുക. അപ്പോൾ ഇതിനൊരു സൊല്യൂഷനാണ് ശരിക്കും. ഇനി ബയോഡൈജസ്റ്റർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. തീർച്ചയായിട്ടും ബയോഡൈജസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഈ ടാങ്കറിൽ ഇടയ്ക്ക് ഈ സെപ്റ്റേജ് എടുത്തിട്ട് കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന ഒരു ആവശ്യം ഉണ്ടാവുന്നില്ല. കാരണം എൻ്റയർ പ്രോസസ്സ് ഓരോരുത്തരുടെ വീട്ടിലും അവരുടെ ഈ ഡൈജസ്റ്റിനകത്ത് വീടുകളിൽ പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ പുറത്ത് വരുന്ന വെള്ളം ചെടി നനയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ദിസ് ഈസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ അവൈലബിൾ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. കൺവെൻഷണൽ സെപ്റ്റിക് ടാങ്കിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് ബയോഡൈജസ്റ്റർ. കാരണം ബയോഡൈജസ്റ്ററിനകത്ത് ഓൾമോസ്റ്റ് 100% പ്രോസസ്സ് നടന്ന് പുറത്ത് വരുന്നത് വെള്ളമാണ്. എന്നാൽ കൺവെൻഷണൽ സെപ്റ്റിക് ടാങ്കിൽ ഏതാണ്ട് 30% മാത്രമാണ് പ്രോസസ്സ് നടക്കുന്നത്. അതിനകത്ത് സ്ലറി ഉണ്ടാകും. ഈ സ്ലറി നമുക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഇല്ല. ബയോഡൈജസ്റ്റർ അതായത് ടോയ്ലറ്റ് വേസ്റ്റ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടിവെള്ള സ്രോതസ്സിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. നമുക്കത് പിന്നെ മലിനപ്പെടുത്തില്ല നമ്മൾ.